നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഇതാ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഒരു അല്പം വിയർത്തു. ഇക്കഡോർ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. പക്ഷേ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന വിജയിച്ച് കയറി. കളിയിലെ ലിയോ മെസ്സിയുടെ ഒരു പെർഫോമൻസ് ഒരു പക്ഷേ സമീപകാലത്ത് അർജന്റീനയ്ക്കായിട്ട് അദ്ദേഹം നടത്തിയ ഏറ്റവും മോശം പ്രകടനമായിരിക്കും ഇത്. ഇപ്പം സോഫ സ്കോർ തന്നെ കൃത്യമായിട്ട് പറയുന്നു, മെസ്സിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇത്ര ലോ റേറ്റിംഗ് മെസ്സിക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന്. 6.6 മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ് എന്ന് നോക്കുക. 90 മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ട് ഒരു ഗോളും അദ്ദേഹം അടിച്ചില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കോർണർ വഴിയാണ് ആ ഒരു അർജന്റീനയുടെ ഗോൾ വന്നത് എന്ന് ശരിയാണ്, പക്ഷേ അസിസ്റ്റ് ഇല്ല. ഷോട്ട് ഓൺ ടാർഗറ്റ് 1 മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫ് ടാർഗറ്റ് ഷോട്ടുകളില്ല. അപ്പോൾ അതൊക്കെ നോക്കുക. ബ്ലോക്ക് ചെയ്യപ്പെട്ട ഷോട്ടില്ല. ആകെ ഒറ്റ ഷോട്ടാണ് മെസ്സിയിൽ നിന്ന് വന്നത്. ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ് ഒന്നും നടത്തി, അത് സക്സസ്ഫുൾ ആയില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പെനാൽറ്റി വന്നപ്പോൾ അത് മിസ് ചെയ്യുന്ന കാഴ്ച. ആക്യുറേറ്റ് പാസുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് 87%, അത് 23 പാസുകൾ കൊടുത്തതിൽ 20 അദ്ദേഹം കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെയാണ്. പക്ഷേ ബാക്കി കണക്കുകളൊന്നും അത്ര മികച്ചതല്ല. ഇപ്പോൾ 2 കീ പാസുകൾ കൊടുത്തു. ക്രോസുകൾ 3 കൊടുത്തതിൽ 1 സക്സസ്ഫുൾ ആയത്. ഗ്രൗണ്ട് ഡ്യുവൽസ് 5 നടത്തിയതിൽ 2 മാത്രമാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. 8 തവണ അദ്ദേഹത്തിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുകയുണ്ടായി. ഇങ്ങനെ സമീപകാലത്ത് നമ്മൾ മെസ്സിയെ കണ്ടിട്ടില്ല ഇത്തരത്തിൽ. കളിയിൽ ഇന്ന് മെസ്സി ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലർ തമാശയായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് മെസ്സിയിൽ നിന്ന് വന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ല എന്നുള്ളത് ഈ കളി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പൂർണ്ണ ഫിറ്റല്ലാത്ത മെസ്സിയെ പിന്നെ എന്തിന് കളിക്കളത്തിലേക്ക് ഇറക്കി റിസ്ക് എടുത്തു എന്നൊരു ചോദ്യവും ഒരു ഭാഗത്തുണ്ട്. അതിനെക്കുറിച്ച് ലയണൽ സ്കലോനി പറഞ്ഞത്, ഞാൻ ഈ കളിയുടെ മുമ്പ് മെസ്സിയോട് സംസാരിച്ചിരുന്നു, അദ്ദേഹം ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ കളിക്കിടയിൽ എവറി ടൈം ഐ ആസ്ക്ഡ് മെസ്സി ഡ്യൂറിങ് ദി മാച്ച്, ഹി ടോൾഡ് മീ ഹി വാസ് ഫൈൻ. ഞാൻ ഇടയ്ക്കിടെ ചോദിച്ചിരുന്നു മെസ്സി ഓക്കെ അല്ലേ എന്നുള്ളത്. അതിന് മെസ്സി പറഞ്ഞ മറുപടി ഞാൻ ഓക്കെ ആണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഴുവൻ സമയം കളിച്ചതും എന്ന് ഇപ്പോൾ ലയണൽ സ്കലോനി പറഞ്ഞു. ചുരുക്കത്തിൽ മെസ്സിയാണ് മുഴുവൻ സമയം കളിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ മെസ്സി ഇതുമായി ബന്ധപ്പെട്ട് കളിക്ക് ശേഷം വിശദീകരിക്കുകയുണ്ടായി. ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം എനിക്ക് വേദനയുണ്ടായിരുന്നു, ഇഞ്ചുറി ഉണ്ട് എന്നൊരു ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ ഐ ഫെൽറ്റ് ബെറ്റർ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാൻ സ്കലോനിയോട് പറഞ്ഞിരുന്നു ഞാൻ ഓക്കെ ആണെന്ന്. ഒരു തരത്തിലുള്ള മസിൽ ഡിസ്കംഫേർട്ടും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് കളിക്ക് ശേഷം ലിയോ മെസ്സി പറഞ്ഞത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ മെസ്സി ഫിറ്റല്ല എന്നൊരു തോന്നൽ കളിക്കളത്തിലുണ്ട്. അദ്ദേഹം നിറം മങ്ങിപ്പോയി എന്നതും ശരിയാണ്. എന്നാൽ മെസ്സി പറയുന്നത് അങ്ങനെയല്ല, തനിക്ക് ഒരു തരത്തിലുള്ള മസിൽ ഡിസ്കംഫേർട്ടും ഇല്ല, താൻ 100% ഓക്കെയാണ് എന്നാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.